നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കുന്നത് ഫൊറിയർ ഇന്റഗ്രൽ ആണ്. ഫൊറിയർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൊറിയർ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ഡി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതിനുള്ള ഫോർമുല 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. പി ഓഫ് ഒമേഗ കാണാനുള്ളത് 1/π ഇന്റഗ്രൽ 0 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഇനി അടുത്തത് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയാണ്. കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൊറിയർ ഇന്റഗ്രലിനകത്ത് കോസിന്റെ പാർട്ട് മാത്രം ഉള്ളതാണ് കൊസൈൻ ഇന്റഗ്രൽ. സൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സിനകത്ത് ഇവിടെ എഴുതിയിട്ടുള്ള ഫൊറിയർ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സിനകത്ത് സൈനിന്റെ പാർട്ട് മാത്രം ഉള്ളതാണ് നമ്മുടെ സൈൻ ഇന്റഗ്രൽ. അപ്പോൾ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എ ഓഫ് ഒമേഗ കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ നോക്കൂ. കൊസൈൻ ഇന്റഗ്രൽ വരുമ്പോഴത്തേക്ക് 2/π ആണ് വരുന്നത്. മറ്റേടത്ത് എന്തായിരുന്നു? എ ഓഫ് ഒമേഗ കാണുമ്പോൾ ഫൊറിയർ ഇന്റഗ്രലിനകത്ത് എ ഓഫ് ഒമേഗ കാണുമ്പോൾ 1/π ആണ്. ഇന്റഗ്രൽ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ എന്താണ്? 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതെങ്ങനെ വന്നത്? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എന്തായിരിക്കും? അതായത് ഇപ്പൊ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിക്കുന്നത്? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈവൻ ഓർക്കുന്നുണ്ടോ? 0 ഓഡ്. ഓക്കെ. കോസ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നിന്നും 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി പകരം 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണ് ഇവിടെ ഈ 2 വന്നത്. എ ഓഫ് ഒമേഗക്കകത്ത് നോക്കൂ. എ ഓഫ് ഒമേഗക്കകത്ത് 1/π എന്നല്ലായിരുന്നു. 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നായിരുന്നു. ഇതിൽ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൊസൈൻ ആകുമ്പോഴത്തേക്ക് അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്റഗ്രലിന്റെ ലിമിറ്റ് എങ്ങനെ മാറുന്നു? 0 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു ആയി മാറുന്നു. ഓക്കെ. അങ്ങനെയാണ് ആ 2 ആണ് ഇവിടെ വന്നത്. നിങ്ങളിതൊന്നും ഓർത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. സൈൻ ഇന്റഗ്രൽ വരുമ്പോഴത്തേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഡി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ ഇത് എങ്ങനെയാ ഈ സംഭവം വരുന്നത്? നമ്മുടെ ഫൊറിയർ ഇന്റഗ്രലിനകത്ത് ഓഡ് ഈവൻ വരുമ്പോഴാണ് ഈ കൊസൈൻ ഇന്റഗ്രൽ സൈൻ ഇന്റഗ്രൽ ഒക്കെ കൺവെർട്ട് ആയി മാറുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫൊറിയർ ഇന്റഗ്രൽ തിയറം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഫൊറിയർ സീരീസിനകത്ത് പഠിച്ചിട്ടുള്ളതാണ് ഫൊറിയർ ഇന്റഗ്രൽ തിയറം. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇന്റഗ്രൽ തിയറത്തിനകത്തെ ആ ഒരു ചെറിയൊരു സംഭവം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മാത്രം ഞാനൊന്ന് ഇവിടെ പറയുകയാണ്. നിങ്ങൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫൊറിയർ സീരീസിനകത്ത് കൺവെർജൻസ് ഓഫ് ഫൊറിയർ സീരീസിനകത്ത് നമ്മൾ പഠിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീരീഡ് എഫ് ഓഫ് എക്സ് വിത്ത് പീരീഡ് 2π, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതിന് പീരീഡ് 2π ആണ്. പീരീഡ് 2π ആയിട്ടുള്ള പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതുപോലെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. -π to π പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് അത് കൂടാതെ ഈ ഒരു ഫംഗ്ഷന് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഉണ്ട്. അങ്ങനെ ആയാൽ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവെർജന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ഫൊറിയർ സീരീസിനകത്തുള്ള കൺവെർജന്റ് തിയറത്തിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ കൺവെർജന്റ് ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി നമ്മൾ ഇപ്പൊ -π, ഞാനിപ്പോ ഇവിടെ എടുത്ത ഇന്റർവെൽ -π എന്ന് പറയുന്ന ഇന്റർവെൽ ആണ് എടുത്തത്. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിന്റെ ഇടയില്, അതായത് ഈ ഒരു ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ പോയിന്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോ എനിക്ക് ഒരു -π എന്ന് പറയുന്ന പോയിന്റ് എടുത്തോട്ടെ. ഞാനിത് മാർക്ക് ചെയ്യുവാണ്.
ഇതെന്റെ മൈനസ് പൈ ആണ്, ഇത് 0 ആണ്, ഇത് പൈ ആണ് നിങ്ങൾ കരുതുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആകുന്ന ടൈമില് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അതായത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആകുന്ന ടൈമിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കും എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന ടൈമിൽ എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്കും കൺവെർജ് ആകുമെന്നാണ് നമ്മുടെ ഫൊറിയർ കൺവെർജൻസ് തിയറം പറയുന്നത്. ഫൊറിയർ കൺവെർജൻസ് തിയറം പറയുന്നത് എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അത് കൂടാതെ എൽ എന്ന് പറയുന്ന ഒരു പീസ് സ്പേസ് കണ്ടിന്യൂസും ആണെങ്കിൽ, എവിടെ കണ്ടിന്യൂസ് ആണ്? മൈനസ് പൈ എന്ന് പറയുന്ന ഇന്റർവെൽ എന്താണ്? പീസ് സ്പേസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് അവിടെ എന്തുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഉണ്ട്. അങ്ങനെ ആയാൽ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവെർജന്റ് ആകുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൺവെർജന്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ കൺവെർജ് ആകും. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസും ഉണ്ട്, എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസും ഉണ്ട്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവെർജ് ആകുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവെർജ് ആകുന്നതെന്നാണ് ഫൊറിയർ കൺവെർജൻസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഫൊറിയർ സീരീസിനകത്ത് നമ്മൾ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ സീരീസ് ആയിട്ട് പോകും, അതായത് ഇപ്പോൾ 1/1² മൈനസ് 1/2² പ്ലസ് 1/3² പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു 5²/12 ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്ന് ആ ഒരു ടൈപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫൊറിയർ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫോർ mod x ലെസ് ദാൻ 1 എന്നും 0 ഫോർ mod x ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 എന്നല്ലേ? അപ്പൊ -1 എന്നും 1 എന്നും പറയുന്നതാണ് നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളില്, ഈ ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളില് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് അല്ല, എക്സ് എന്ന് പറയുന്നത് x = 1 എന്ന് പറയുന്ന ഒരു ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ, ഡിസ്കണ്ടിന്യൂസ് പോയിന്റിലെ ഫംഗ്ഷൻ കാണാൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ സംഭവം വെച്ചിട്ട് കണ്ടോ, എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോൾ ഉള്ള പോയിന്റിലെ വാല്യൂ കാണുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന ഈ സംഭവം വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് x = 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? എഫ് ഓഫ് 1 പ്ലസ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് ബൈ 2 എന്നാണ് വരുന്നത്. ക്ലിയർ? ഓക്കെ ആ. അപ്പോ ഈ സംഭവം ഞാൻ ഒന്ന് വരച്ചു കാണിക്കാം. ഇത് ഞാൻ പിന്നെ പ്രോബ്ലത്തിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് ഞാൻ ഇതൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ്. ഇതെന്റെ -1 ആണ്, ഇത് 0 ആണ്, ഇത് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റ് കാണുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അവര് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 1 mod x ലെസ് ദാൻ 1, 0 mod x ഗ്രേറ്റർ ദാൻ 1. ഈ എഫ് ഓഫ് എക്സ് 1 mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1. അപ്പൊ ഇവിടെ നമ്മൾ
ആൻസർ എഴുതുമ്പോൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വണ്ണിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ കൂടി നമ്മൾ കണ്ടുപിടിക്കണം ഫൊറിയർ ഇന്റഗ്രൽ കാണുന്ന സമയത്ത്. അതായത് ഈ ഒരു സംഭവത്തിനകത്ത് മോഡ് എക്സ് ലെസ് ദാൻ 1 ഉണ്ട്, ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 1 0 മോഡ് എക്സ് ഗ്രേറ്റർ ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1ലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് എന്താണ് ഫോർമുല? എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന ഫോർമുല. ഈ ഫോർമുല വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഫൊറിയർ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. ഫൊറിയർ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് ഈ ഫോർമുല വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1 പ്ലസ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് ബൈ 2 എന്നാണ്. അപ്പോൾ ഈ എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 1. ഈ 1ന്റെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള പോർഷനാണ്. ക്ലിയർ ആണോ? അപ്പോൾ 1 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 മൈനസ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലെ എഫ് ഓഫ് ഫംഗ്ഷൻ കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ഞാനിപ്പോൾ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1 പ്ലസ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ പോയിന്റ് എങ്കിൽ ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡിലാണ് എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന സംഭവമല്ല, അവിടെ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഞാൻ എഫ് ഓഫ് 1 പ്ലസിന്റെ അവിടെ 0 കൊടുത്തു. 0 പ്ലസ് 1 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. അപ്പോൾ ഞാൻ പ്ലസ് 1 കൊടുത്തു ഡിവൈഡ് ബൈ 2. അങ്ങനെ എനിക്ക് 1/2 കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഈ ഒരു പ്രോബ്ലത്തിനകത്തൊക്കെ എന്താ ഇവാലുവേറ്റ് എന്ന് പറയുന്നത് ഉള്ള പ്രോബ്ലത്തിലെല്ലാം നമ്മളിങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം ചെയ്യുക. മെയിനായിട്ട് നമുക്കൊരു മോഡ് എക്സ് ലെസ് ദാൻ 1 വരുന്ന പ്രോബ്ലമാണ്. 4 തവണയോളം KTL റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷം വരെ റിപ്പീറ്റഡ് ആയിട്ട് അടുത്തത് പരീക്ഷ കഴിഞ്ഞ വർഷം മെയ്യിലും ഡിസംബറിലും എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1. Express the function f of x is equal to 1 if mod x less than 1, 0 for mod x greater than 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. As a Fourier integral, hence evaluate integral 0 to infinity sin omega cos omega x divided by omega d omega. ഈ ക്വസ്റ്റ്യൻ 2017 ഏപ്രിൽ, 2018 ജൂൺ, 2021 ജൂലൈ, 2023 ജൂൺ, 2024 മെയ്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ എക്സ്പ്രസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1, 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 as a Fourier integral. അപ്പോൾ ഇവിടെ Fourier integral ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇവാലുവേറ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം Fourier integralന്റെ ഫോർമുല ഒന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. ഇനി ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുക.
എ ഓഫ് ഒമേഗ ആദ്യം കാണാം. എ ഓഫ് ഒമേഗയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, മോഡ് എക്സ് ലെസ് ദാൻ 1ഉം 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആകുന്നത് എവിടെയാണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/π ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് എന്തായി മാറുന്നു? 1 ആകുന്നു. 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/π. ഇവിടെ നോക്കൂ, 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഒമേഗ എക്സ് ആണ്. അപ്പോൾ ഇവിടെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലേ? കോസ് ഈവൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് -a/a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോമിൽ വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ആണെങ്കിൽ 2 ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയി മാറുന്നു പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? 1/π ഇൻറ്റു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നായി മാറുന്നു. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? 2/π ഇതിന്റെ ഇന്റഗ്രൽ കാണും. കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്താണ് ഇന്റഗ്രൽ? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ 0 to 1 ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2/π ലോവർ ലിമിറ്റ് 0 ആണ്, അത് എഴുതുന്ന ആവശ്യമില്ല, 0 ആയിപ്പോയി. അപ്പോൾ എക്സിൻ്റെ അവിടെ 1 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ബൈ ഒമേഗ ആണ്. ക്ലിയർ? ഇപ്പോൾ 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ ആണ് നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പി ഓഫ് ഒമേഗ കാണണം. പി ഓഫ് ഒമേഗ എങ്ങനെ കാണാം? അതിന്റെ ഫോർമുല 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ എന്താണ്? 1/π ഇന്റഗ്രൽ -1 to 1 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താ കിട്ടുന്നത്? ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ അല്ലേ? ഇന്റഗ്രൽ -1 to 1 സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് പ്രോപ്പർട്ടിയാണ്? -a/a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. ഓഡ് ആകുമ്പോൾ നമ്മുടെ ഇത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഫൊറിയർ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ. എ ഓഫ് ഒമേഗ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ഡി ഓഫ് ഒമേഗ 0 ആകുമ്പോൾ ആ പാർട്ട് അങ്ങ് പോയില്ല, ഇൻറ്റു ഡി ഒമേഗ ആണ് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണം? ഈ 2/π ഉണ്ടല്ലോ, അതെടുത്ത് വെളിയിൽ കിട്ടും. അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ആണ് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 2/π എഫ് ഓഫ് എക്സിന്റെ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ? വിച്ച് ഇംപ്ലൈസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എന്താ നമുക്കറിയാം? എന്താണ് π/2? എഫ് ഓഫ് എക്സ് എന്താ? 1 മോഡ് എക്സ് ലെസ് ദാൻ 1, 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 പോയിന്റ് നമ്മൾ കാണണം. എക്സ് ഇസ് ഈക്വൽ ടു 1 ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് /2 എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ബാക്ക് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു π/2 1 ഈ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ്. 0 മോഡ് എക്സ് ഗ്രേറ്റർ ആണ്. അപ്പം -1നും 1നും ഇടയിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ തിയറം വെച്ചിട്ട് നമുക്കറിയാം -1നും 1നും ഇടയിൽ, അതായത് ഇത് -1 0 1. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ കണ്ടിന്യൂസ് ആണ്, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ -1ലും 1ലും നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്
ഒരു എക്സ് ഇസ് ഈക്വൽ 1 എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക്. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സ് കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എക്സ് ഇസ് ഈക്വൽ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇസ് ഈക്വൽ 1 പോയിന്റിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ് സംഭവം, എഫ് ഓഫ് 1 പ്ലസ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് ബൈ 2 എന്നാണ് സംഭവം. ഇനി നമ്മുടെ നമ്പർ ലൈനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നമ്പർ ലൈനിൽ എന്റെ പോയിന്റ്, ഞാൻ എടുത്ത പോയിന്റ് തന്നെ ഇതാണ് എന്റെ പോയിന്റ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറയുന്ന പോർഷൻ. അതായത് 1ന്റെ റൈറ്റ് സൈഡ് ആണ് 1 പ്ലസ്, 1ന്റെ ലെഫ്റ്റ് സൈഡ് ആണ് 1ന്റെ ഒരു സെക്കൻഡ് 1ന്റെ ലെഫ്റ്റ് സൈഡ് ആണ് 1 മൈനസ് എന്ന് പറയുന്നത്. ഇതാണ് 1 മൈനസ്. അപ്പൊ 1 പ്ലസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഗ്രേറ്റർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 0 ആണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ എഫ് ഓഫ് 1 പ്ലസിന്റെ അവിടെ നമുക്ക് എന്തെങ്കിലും 0 ആണ്. 1 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ, ഇത്രയും ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, 1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ, 1 അല്ലേ. 1ന്റെ ലെഫ്റ്റ് സൈഡ് 1, ഫംഗ്ഷൻ എന്താണ് 1 ആണ്. അപ്പൊ ഞാൻ 1 മൈനസിന്റെ അവിടെ എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുത്തു ബൈ 2. അപ്പൊ ആൻസർ എന്ത് കിട്ടുന്നത്, 1/2. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 5/2 1 mod x less than 1 1/2 x is equal to 1 0 mod x greater than 1 എന്നാണ്. ഇനി ആ 5/2 വെളിയിലുള്ള 5/2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്താകുന്നു, 5/2 mod x less than 1 എന്നും 5/4 x is equal to 1 എന്നും 0 mod x greater than 1 എന്നും കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇതെന്താ സംഭവം, മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin omega cos omega x by omega d omega. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 0 എക്സ് ഗ്രേറ്റർ ദാൻ 5. അതിൽ ഫോറിയർ സൈൻ ഇന്റഗ്രൽ, സൈൻ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഹെൻസ് ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ചില ക്വസ്റ്റ്യനകത്ത് അവര് ഈ സൈൻ ഇന്റഗ്രൽ ഒന്നും പറയത്തില്ല, എന്നിട്ട് പറയും ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു പോർഷൻ വരും. അപ്പോൾ നമ്മുടെ ഇന്റഗ്രലിന്റെ ഉള്ളിൽ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കണം. അതൊരു സൈൻ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണോ ഓക്കെ ആണോ. ഇനി ഈ പോർഷനിൽ ഈ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗയുടെ പകരം ഇവിടെ ഒരു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ആയിരുന്നെങ്കിൽ, കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ആയിരുന്നെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതൊരു കൊസൈൻ ഇന്റഗ്രൽ ആണെന്ന് മനസ്സിലാക്കണം. ചില ക്വസ്റ്റ്യനകത്ത് അവർ പറയും എന്താണ് ഈ സൈൻ ഇന്റഗ്രൽ എന്നോ കൊസൈൻ ഇന്റഗ്രൽ എന്നോ ഒന്നും പറയത്തില്ല. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ 0 to evaluate the line integral integral 0 to infinity 1 minus cos omega by omega sin omega x d omega is equal to 5/2 0 less than x less than 5 5/4 x is equal to 5 0 x greater than 5 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് എന്തിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം, സൈൻ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യൻ സൈൻ ഇന്റഗ്രൽ ആണ്, ഇവിടെ ഫംഗ്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സൈൻ ഇന്റഗ്രൽ കാണാം, എന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ എഴുതുക.
Fourier sine integral equation എന്താണ്? f of x is equal to integral 0 to infinity b of omega sin omega x d omega. b of omega കാണാനുള്ള ഫോർമുല എന്താണ്? b of omega കാണാനുള്ളത് 2 by pi integral 0 to infinity f of x into sin omega x dx. ഫംഗ്ഷൻ എങ്ങനെ തന്നേക്കുന്നത്? f of x എന്താണ്? 1/2 ആണ്. 0 ലെസ് ദാൻ x ലെസ് ദാൻ പൈ ആണ്. അപ്പോൾ 0 to പൈ നമ്മുടെ f of x ന്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. അപ്പോൾ 2 by pi 0 to പൈ 1/2 sin omega x dx എന്താണ്? ക്ലിയർ? ഈ 2ഉം കട്ടാവുന്നു. 1/π ഇന്റഗ്രൽ sin omega x dx എന്താണ്? minus cos omega x by omega 0 to pi, which is equal to 1/π minus cos omega pi by omega minus cos 0 ആണ്. minus cos 0 by omega, which is equal to 1/π minus cos omega pi by omega plus cos 0 എന്താണ്? 1 ആണ്. 1/omega കിട്ടുന്നു. നമുക്കപ്പോൾ ഇതിപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് 1/π അപ്പോൾ ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ളത് 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ബി ഓഫ് ഒമേഗ എന്ന് പറയുന്ന സാധനം. ഇനി നമുക്കിപ്പോൾ ബി ഓഫ് ഒമേഗയാണ് കിട്ടിയത്. അപ്പോൾ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഇക്വേഷനകത്തോട് കൊടുക്കുമ്പോൾ f of x is equal to integral 0 to infinity 1/π 1 minus cos omega pi a by omega into sin omega x d omega. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഈ 1/π എന്ന് പറയുന്ന അടുത്ത വെളിയിൽ എടുക്കും. 1/π integral 0 to infinity 1 minus cos omega pi by omega sin omega x d omega. ഈ 1/π f of x ന്റെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ പൈ എന്നാകും അല്ലേ? വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 to infinity 1 minus cos omega pi by omega sin omega x d omega is equal to pi into f of x എന്നായി മാറും. f of x നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 1/2 0 ലെസ് ദാൻ x ലെസ് ദാൻ പൈ എന്നും 0 x ഗ്രേറ്റർ ദാൻ പൈ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു പൈയില് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിപ്പോൾ നമ്മുടെ x ഈസ് ഈക്വൽ ടു പൈ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്പർ ലൈൻ നമുക്കറിയാം. നമ്മുടെ പോയിന്റ് എങ്ങനെയാണ് വരുന്നത്? 0 ആണ്, ഇത് പൈ ആണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഫംഗ്ഷൻ f of x 1/2 ആണ് തന്നിട്ടുണ്ട്. x ഗ്രേറ്റർ ദാൻ പൈയിൽ 0 ആണ് തന്നിട്ടുണ്ട്. അതെ, ഈ ഒരു പോർഷനിൽ 0 ആണ്. അപ്പോൾ ഞാൻ അറ്റ് x is equal to പൈയിലെ പോയിന്റ് ആണ്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് f of x കാണാൻ പോകും. അപ്പോൾ എന്താണ് f of x is equal to f of പൈ പ്ലസ് f of പൈ മൈനസ് ബൈ 2 ആണല്ലേ? എഫ് ഓഫ് പൈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൈ എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് സൈഡ് ആണ് പൈ പ്ലസിലെ വാല്യൂ എന്താ? 0 അല്ലേ? എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പൈ എന്ന് പറയുന്ന പോയിന്റിന്റെ ഏത് സൈഡാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ വാല്യൂ എന്താണ്? 1/2 ആണ്. അപ്പോൾ 1/2 0 പ്ലസ് 1/2/2 ഇറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 1/4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ കൊടുത്തോട്ടെ. It is equal to pi 1/2 0 less than x less than pi ആണ്. 1/4 at x is equal to pi ആണ്. 0 x greater than pi. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ പൈനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ pi/2 0 less than x less than pi എന്നും കിട്ടുന്നു. pi/4 at x is equal to pi എന്ന് കിട്ടുന്നു. 0 x greater than pi എന്ന് കിട്ടും. അതായത്
ഇന്റഗ്രൽ 0 to infinity 1 minus cos omega by omega sin omega x d omega എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ e raised to minus kx, hence deduce the value of the integral 0 to infinity cos omega x by 1 plus omega square d omega. സൊല്യൂഷൻ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഇവിടെ പറയുന്നുണ്ട്. ചില ക്വസ്റ്റ്യനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടോ, എന്താണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒരു പോർഷൻ വരും. ഇവിടെ കൊസൈൻ ഇന്റഗ്രൽ ഒന്നും പറയത്തില്ല. വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എഫ് ഓഫ് എക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്നുണ്ട് പ്രോബ്ലംസ് അതേ മോഡലിലുള്ള ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു കൊസൈൻ ഇന്റഗ്രലിന്റെ എക്സ്പാൻഷൻ ആണ്. ആ ഒരു എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് കൊസൈൻ ഇന്റഗ്രൽ അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. കൊസൈൻ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്താണ്? 0 to infinity a of omega cos omega x d omega ആണ്. ഇവിടെ a of omega കാണാനുള്ള ഫോർമുല 2/π integral 0 to infinity f of x into cos omega x dx ആണ്. which is equal to 2/π integral 0 to infinity f of x എന്താണ്? e raised to minus kx ആണ്. e raised to minus kx cos omega x dx ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. e raised to ax cos bx dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to ax by a square plus b square into a cos bx plus b sin bx. ഈ ഒരു റിസൾട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്ത് കിട്ടുന്നു? 2/π ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് കെ ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണ്. അപ്പോൾ e raised to minus kx a സ്ക്വയർ, അപ്പോൾ k സ്ക്വയർ മൈനസ് കെന്റെ സ്ക്വയർ എന്താണ്? പോസിറ്റീവ് ആകത്തില്ലേ? k സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു a cos bx, അതായത് minus k cos omega x plus b sin bx. അപ്പോൾ ഒമേഗ സൈൻ ഒമേഗ എക്സ് 0 to infinity. e raised to minus ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പർ ലിമിറ്റിന്റെ പോർഷൻ 0 ആയി മാറും. ലോവർ ലിമിറ്റ് e raised to 0 കൊടുക്കുമ്പോൾ e raised to 0 1 ആണ്. 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് കെ ഇൻറ്റു 0 കോസ് 0. കോസ് 0യുടെ വാല്യൂ എന്താണ്? 1. അപ്പോൾ മൈനസ് കെ എന്നാണ് കിട്ടുന്നത്. സൈൻ്റേത് 0 ആയി പോകും. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടുത്തെ ഈ മൈനസും കൂടെ എന്തായി മാറുന്നു? അതായത് ഈ മൈനസും ഇവിടുത്തെ മൈനസ് കെയുടെ പോസിറ്റീവ് ആകും. അല്ലെങ്കിൽ ഇവിടെ 2/π ഉണ്ട്. അപ്പോൾ 2/π ഇൻറ്റു കെ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എന്താണ്? എ ഓഫ് ഒമേഗ. ഇനി നമുക്ക് നമ്മുടെ എഫ് ഓഫ് എക്സിനകത്ത് കൊടുക്കാം. എഫ് ഓഫ് എക്സിനകത്ത് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഇസിക്കൽ എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to infinity a of omega. a of omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്ന് ചെയ്താൽ 2k by pi into k square plus omega square cos omega x d omega എന്നാണ് വരുന്നത്. ഇനി നമ്മളാണ് നോക്കേണ്ടത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സാധനം integral 0 to infinity cos omega x by 1 plus omega square d omega ആണ് കാണിക്കുന്നത്. അപ്പോൾ cos omega x ഉണ്ട്, d omega അതിനൊരു മാറ്റവും വരുത്തുന്നില്ല. പിന്നെ ഈ ഡിനോമിനേറ്ററിൽ
കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2k ഒരു പയ്യും ഉണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ നമുക്ക് ഈ കെ മുകളിലുണ്ട്, താഴെയും കെ ഉണ്ട്. അപ്പോൾ കെക്ക് നമ്മൾ കെ ഇസ് ഈക്വൽ ടു നമ്മൾ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കത് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഏത് ടൈം എടുത്ത് വെള്ളിലുണ്ട്, ഈ 2/π എടുത്ത് വെള്ളിലുണ്ട്. അപ്പോൾ 2/π എടുത്ത് വെള്ളിലിട്ടാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. കെ എടുത്ത് നമുക്ക് വെള്ളിലിടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? താഴെ കെയിന്റെ സ്ക്വയർ ടൈമും ഉണ്ട്. അതുകൊണ്ട് cos ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഈ 2/π നമുക്ക് എഫ് ഓഫ് എക്സിന്റെ കൂടെ പോകുമ്പോൾ π/2 എന്നാവും. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ cos ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റിനകത്ത് അവർ തന്നിട്ടുണ്ട്. എന്താണ്? π/2 ഇൻറ്റു e raised to minus kx എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിനകത്ത് എന്താണ്? cos ഒമേഗ എക്സ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ കെക്ക് നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോർമാറ്റിലോട്ട് കിട്ടും അല്ലേ? കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? പുട്ട് കെ ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. പുട്ട് കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ കെ മുകളിലുണ്ട്, അപ്പോൾ 1 ആവുന്നു. താഴെ ഒരു 1 സ്ക്വയർ, കെ സ്ക്വയർ, അപ്പോൾ 1 സ്ക്വയർ, അതായത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ എന്താവുന്നു? cos ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു എക്സ് എന്നല്ലേ? അപ്പോൾ കെയുടെ വാല്യൂ 1 ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ്. π/2 ഇ റേസ് ടു മൈനസ് എക്സ് ആണ് ഇതിന്റെ ആൻസർ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, represent f of x is equal to sin x 0 less than x less than pi a 0 x greater than pi a as Fourier cosine integral. ഇതിന് ആവശ്യമായിട്ടുള്ള രണ്ട് റിസൾട്ടുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോർമുല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല ഒക്കെ ഒന്ന് എഴുതാം. ഞാൻ മാറ്റാം, വെയിറ്റ് ചെയ്യുക. f of x is equal to cosine integral ആണ്. f of x is equal to 0 to infinity a of omega cos omega x d omega. ഇനി a of omega ഫോർമുല നമുക്കറിയാം. a of omega കാരണം 2/π ഇന്റഗ്രൽ 0 to infinity f of x into cos omega x dx. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? sin x ആണ്. 0 ലെസ് താൻ x ലെസ് താൻ പൈ ആണ്. അപ്പോൾ ഇന്റഗ്രൽ ലിമിറ്റ് 0 to പൈ f of x എന്താണ്? sin x ആണ്. sin x into cos omega x dx എന്നായി മാറും. ഇവിടെ നോക്കിയത് എന്താണ്? sin a cos b ഫോം ആണ്. sin a cos b ഫോം. sin a cos b ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് sin x cos omega x എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ് cos omega x into sin x. ഓക്കെ, sin a cos b അല്ലെ cos a sin b, ഇഷ്ടമുള്ളത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ ഒന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ sin a cos b വെച്ച് ചെയ്യുവാണെങ്കിൽ sin a cos b യുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു sin of a plus b plus sin of a minus b, which is equal to അപ്പോൾ 2/π 2/π integral 0 to pi sin a cos 1/2 ഉണ്ട്. 1/2 എടുത്ത് കിട്ടും അല്ലെ, ഡിവൈഡഡ് ബൈ sin a plus b. അപ്പോൾ sin ഇതാണ് a എന്നും ഇതാണ് b എന്നും നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ എന്ത് കിട്ടുന്നു? sin
x plus omega x plus sin of a minus b, x minus omega x divided by 2 into dx. ഇനി ഈ സൈൻ എക്സ് ഒമേഗ എക്സിനകത്ത് സൈൻ എക്സ് മൈനസ് ഒമേഗ എക്സിനകത്ത് എക്സ് എടുത്ത് വെളിയിലിട്ടാൽ 2/π ടൂവും ഡിനോമിനേറ്റർ ഇവിടുത്തെ ഇന്റഗ്രലിനകത്തുള്ള 2 കൂടെ കട്ട് ചെയ്യുക. ഈ 2ഉം കട്ടായി പോകുന്നു. 1/π ഇന്റഗ്രൽ 0 to π സൈൻ 1 plus omega into x plus sin 1 minus omega into x dx എന്നായി മാറും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. സൈൻ 1 plus omega എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 1 plus omega x divided by 1 plus omega ആണ്, പ്ലസ് സൈൻ ഓഫ് 1 minus omega എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 1 minus omega x divided by 1 minus omega ആണ്, ഇൻറ്റു ഇന്റഗ്രൽ 0 to π. ഇനി എന്താ ലിമിറ്റ് കൊടുക്കുന്നത്? നമുക്കിതൊന്ന് സൈൻ ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ എന്താണ്? മൈനസ് കോസ് ഓഫ് 1 plus omega x divided by 1 plus omega minus cos of 1 minus omega x divided by 1 minus omega 0 to π എന്നാകും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇനി ലിമിറ്റ് കൊടുക്കുകയാണ്. 1/π അപ്പർ ലിമിറ്റ് π ആണ്, മൈനസ് കോസ് ഓഫ് 1 plus omega π by 1 plus omega minus cos of 1 minus omega π divided by 1 minus omega minus ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ മൈനസ് കോസ് 0 എന്താണ്? -1 അല്ലേ, അപ്പൊ -1 by 1 plus omega മൈനസ് എന്ത് കിട്ടുന്നു? 1/1 minus omega ആണ് കിട്ടും. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൈനസ് കോസ് ഓഫ് 1 plus omega into π അല്ലേ, ആ പൈനെ അകത്തേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്ത് കിട്ടുന്നു? 1/π ഇവിടെ ഉണ്ട്, മൈനസ് കോസ് ഓഫ് 5 plus omega π divided by 1 plus omega minus cos of 5 minus omega π by 1 minus omega ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ പ്ലസ് 1/1 plus omega പ്ലസ് 1/1 minus omega ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി കോസ് ഓഫ് 5 plus omega പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോസ് ഓഫ് 5 plus omega പൈ. അപ്പൊ നമുക്ക് ഈ കോസ് ഓഫ് 5 plus omega പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പണ്ട് റിസൾട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് കോസ് ഓഫ് 5 plus തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? മൈനസ് കോസ് തീറ്റയാണ് വരുന്നത്. കോസ് ഓഫ് 5 minus തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
മൈനസ് കോസ് തീറ്റയാണ് വരുന്നത്. അപ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് ഒമേഗ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? മൈനസ് കോസ് ഒമേഗ പൈ ആണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഈ മൈനസ് കോസ് ഒമേഗ പൈ എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ്? കോസ് ഓഫ് എ പ്ലസ് ബി ഫോം അല്ലേ? കോസ് ഓഫ് എ പ്ലസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി അല്ലേ? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. അപ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് ഒമേഗ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? കോസ് പൈ കോസ് ഒമേഗ പൈ എ മൈനസ് സൈൻ പൈ സൈൻ ഒമേഗ പൈ. കോസ് പൈയുടെ വാല്യൂ എന്താണ്? -1 അല്ലേ? അപ്പൊ മൈനസ് കോസ് ഒമേഗ പൈ. സൈൻ പൈയുടെ വാല്യൂ എന്താ? 0 അല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടുന്നു? മൈനസ് കോസ് ഒമേഗ പൈ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഈ സാധനം കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എഴുതിക്കോട്ടെ. 1/π ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് കോസ് ഒമേഗ പൈ കൂടെ വരുമ്പോഴത്തേക്ക് അത് എന്തായി മാറുന്നു? പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ കോസ് ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് അടുത്ത കോസ് ഓഫ് പൈ മൈനസ് ഒമേഗ പൈ, അതും എന്താണ്? മൈനസ് കോസ് ഒമേഗ പൈ തന്നെയാണ്. അപ്പൊ മൈനസ് മൈനസിന്റെ പ്ലസ് ആയിട്ട് കോസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ എന്ന് ആയി മാറും. ഓക്കെ, ഇനി അടുത്ത ടൈം എന്താണ്? പ്ലസ് എന്ന് നമുക്കൊന്ന് ക്ലോസ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടുന്നു? 1 മൈനസ് ഒമേഗ പ്ലസ് ഇത് എന്ത് കിട്ടുന്നു? 1 പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഇതെന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അതായത് 1 മൈനസ് ഒമേഗ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ 1/π ഇവിടെ നോക്കൂ. ഇവിടെ കോസ് ഒമേഗ പൈ ന്യൂമറേറ്ററിൽ നിന്ന് എടുത്ത് വെളിയിടാം. കോസ് ഒമേഗ പൈ എടുത്ത് വെളിയിട്ട് കഴിഞ്ഞാൽ അകത്ത് എന്ത് കിട്ടുന്നു? 1/1 പ്ലസ് ഒമേഗ പ്ലസ് 1/1 മൈനസ് ഒമേഗ ഇല്ലേ? 1/1 പ്ലസ് ഒമേഗ മൈനസ് മൈനസ് അല്ല പ്ലസ് 1 മൈനസ് ഒമേഗ. ഇതെന്താകുന്നു? മൈനസ് ഒമേഗയും പ്ലസ് ഒമേഗയും പോയിട്ട് പ്ലസ് 2/1 മൈനസ് ഒമേഗ സ്ക്വയർ എന്നായി മാറും. ഇനി ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/π കോസ് ഒമേഗ പൈ 1 മൈനസ് ഒമേഗ പ്ലസ് ക്ലോസ് ചെയ്തു 1 പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2/1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇവിടെയും ഇത് കട്ടാവുന്നു. അപ്പൊ എന്ത്? 1 പ്ലസ് 1 2 അല്ലേ? അപ്പൊ 2 കോസ് ഒമേഗ പൈ ഡിനോമിനേറ്റർ എന്താ? 1 മൈനസ് ഒമേഗ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/π 2 കോസ് ഒമേഗ പൈ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. രണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 എടുത്ത് നമുക്ക് വെളിയിൽ ഇടാം കേട്ടോ. ന്യൂമറേറ്റർ 2 എടുത്ത് വെളിയിട്ടാൽ 2/π കോസ് ഒമേഗ പൈ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് f of x is equal to 0, x less than 0, 1/2, x is equal to 0, e raised to minus x greater than 0. അപ്പോൾ ഫംഗ്ഷൻ f of x എന്താണ്? e raised to minus x greater than 0 യും 0 x less than 0 യുമാണ്. ഫോറിയർ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ f of xന്റെ ഇക്വേഷൻ എന്താ? ഫോറിയർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ എന്താണ്? 0 to infinity a of omega cos omega x plus b of omega sin omega x into d omega. ഓരോ നമ്മൾ കണ്ടുപിടിക്കണം. a of omegയുടെ ഫോർമുല എന്ത്? a of omegയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x cos omega x dx ആണ്. നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് മൈനസ് ഇൻഫിനിറ്റി ആണ്.
മൈനസ് ഇൻഫിനിറ്റി സീറോയെ ഇത് പ്ലസ് ഇൻഫിനിറ്റി. എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഫംഗ്ഷൻ സീറോയാണ്, ഇവിടാണ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ 0 ടു പ്ലസ് ഇൻഫിനിറ്റിയിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ എന്താവുന്നു 1/π 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാവും. നമുക്ക് ഫോർമുല അറിയാം, ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന -1 ആവുന്നു, ബി എന്ന് പറയുന്ന ഒമേഗ ആവുന്നു. അപ്പോൾ എന്താവുന്നു 1/π ഇ റേസ് ടു മൈനസ് എക്സ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് 0 ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് അത് 0 ആയി മാറുമെന്ന് അറിയാം. അപ്പർ ലിമിറ്റ് അപ്പോൾ 0 ആണ്. അപ്പർ ലിമിറ്റ് 0 കൊടുത്തിൽ മൈനസ് ലോവർ ലിമിറ്റ് 0 ഇല്ല, ഇ റേസ് ടു 0 എന്നാണ് 1. അപ്പോൾ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. അപ്പോൾ എക്സിന്റെ അവിടെ 0 എടുക്കുമ്പോൾ മൈനസ് കോസ് 0 എന്താണ് -1 അല്ലേ, അടുത്ത ടൈം 0 ആയിരിക്കും. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു 1/π ഇൻറ്റു 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കാണുന്നു, ബി ഓഫ് ഒമേഗ കാണുന്നു. ബി ഓഫ് ഒമേഗയുടെ ഫോർമുല നമുക്കറിയാം, 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒക്കെയാണെന്ന് അറിയാം. 1/π നമ്മൾക്ക് ഇവിടെ 0 ടു ഇൻഫിനിറ്റിയിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉള്ളൂ. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. നമുക്കറിയാം, റിസൾട്ട് അറിയാം, ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് എന്തായിരുന്നു ബി കോസ് ബി എക്സ് അല്ലേ, ബി കോസ് ബി എക്സ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 1/π ഇ റേസ് ടു എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് സൈൻ ഒമേഗ എക്സ് മൈനസ് സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ് എന്ന് കിട്ടുന്നു. 0 ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി അല്ലേ, അപ്പോൾ ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്തായി മാറുന്നു 0 ആയി മാറും. ലോവർ ലിമിറ്റ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 മൈനസ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ പൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ഫൊറിയർ ഇന്റഗ്രലിന്റെ ഫോർമുലയ്ക്ക് എത്തുന്നു. എഫ് ഓഫ് എക്സ് എന്തായാലും നമ്മുടെ ഫോർമുല ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ അല്ലേ, എ ഓഫ് ഒമേഗ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1/π 1 പ്ലസ് ഒമേഗ സ്ക്വയർ, അതായത് 1/π 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ഇതെന്താണ് ഒമേഗ ബൈ പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ടി ഒമേഗ. ഇത്രയേ ഉള്ളൂ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെയാണോ? പറയൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സോൾവ് ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? ഈ 1/π 1 പ്ലസ് ഒമേഗ സ്ക്വയർ എടുത്ത് എഴുതാം. 1/π 1 പ്ലസ് ഒമേഗ സ്ക്വയർ എടുത്ത് എഴുതാം. 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്, സോറി ഡി ഡബ്ല്യു എഴുതാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂസിങ് ഫൊറിയർ ഇന്റഗ്രൽസ് ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 0 if x less than 0. അതായത് x less than 0 ആകുമ്പോൾ f of x-ന്റെ വാല്യൂ 0 ആയിരിക്കും. x is equal to 0 ൽ f of x എന്താണ് 5/2 ആണ്.
എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ എഫ് ഓഫ് എക്സ് എന്താണ് പൈ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ക്ലിയർ? ഇത് ഇങ്ങനൊരു ലൈൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇത് സീറോ എന്ന് പറയുന്ന പോയിന്റ് ആണ്. സീറോ എന്ന് പറയുന്ന പോയിന്റിൽ പൈ ബൈ ടു ആണ് ഫംഗ്ഷൻ. എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എഫ് ഓഫ് എക്സ് എന്താണ് സീറോയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എന്താണ് പൈ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ ലെറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം പൈ ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ സീറോ എക്സ് ലെസ് ദാൻ സീറോ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ അറിയാം. എന്താണ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. a of omega കാണാനുള്ള ഫോർമുല അറിയാം. 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നറിയാം. നമ്മുടെ ഇവിടെ എന്താണ് 1/π ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ഉള്ളത് പൈ ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. പൈയും വെട്ടിപ്പോയാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നറിയാം. അപ്പോൾ ഇ റേസ് ടു എ എക്സ് കോസ് ഡി എക്സ് ഡി എക്സിന്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഡി എക്സ്. അപ്പോൾ മൈനസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ് 0 ടു ഇൻഫിനിറ്റി. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് നമുക്ക് എന്താണ് ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ് സീറോ അല്ലേ. അപ്പോൾ സീറോ മൈനസ് അത് ഫുൾ ടൈം സീറോ ആയിരിക്കും. ലോവർ ലിമിറ്റ് വരുമ്പോഴത്തേക്ക് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് സീറോ എന്താണ് -1 ആണ്. അടുത്ത ടൈം സീറോ ആയിപ്പോകും. കോസ് സൈൻ സീറോയുടെ വാല്യൂ സീറോ അല്ലേ. അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നു. എ ഓഫ് ഒമേഗ. ചെക്ക് ചെയ്തിട്ട് പറയും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ബി ഓഫ് ഒമേഗ കാണാം. ബി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർമുല വരുന്നത്? 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇവിടെ മുതലാണ് 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1/π 0 ടു ഇൻഫിനിറ്റി പൈ ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. പൈ ക്യാൻസൽ ആയാൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഇതെന്താണ്? ഇ റേസ് ടു എക്സ് സൈൻ ഡി എക്സ് ഡി എക്സിന്റെ ഫോർമുല അല്ലേ. അറിയാലോ, ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇതെന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എ എന്താണ് -1 അല്ലേ. അപ്പോൾ മൈനസ് സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ് 0 ടു ഇൻഫിനിറ്റി. ഇത് വരുമ്പോഴേ നമുക്ക് എന്താണ് അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ 0 ആയിരുന്നു. ലോവർ ലിമിറ്റ് വരുമ്പോൾ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഫസ്റ്റ് ടൈം 0 ആണ് മൈനസ് ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു എന്താകുന്നു ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ.
ഇനി ഇത് കൊണ്ടുപോയി നമ്മുടെ ഫൊറിയർ ഇന്റഗ്രലിനകത്ത് കൊടുക്കും. ഫൊറിയർ ഇന്റഗ്രൽ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ ആയിരുന്നു. എ ഓഫ് ഒമേഗ എന്തായിരുന്നു കിട്ടിയത്? 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഇനി നമുക്ക് ഇതിനെ തന്നെ എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ. ഇനി നമുക്ക് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? which implies integral 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square d omega is equal to f of x. നമ്മുടെ f of x എന്തായിരുന്നു? pi e raised to minus x if x greater than 0. അടുത്തത് 0 ആകുന്നു x less than 0. അപ്പോൾ x is equal to 0 നമ്മൾ സെപ്പറേറ്റ് കാണും. x is equal to 0 എങ്ങനെയാണ് കാണുന്നത്? ലൈനകത്ത് എങ്ങനെയാണ് വരുന്നത്? ഇതാണ് നമ്മുടെ പോയിന്റ് 0 എന്ന് പറയുന്ന പോയിന്റ്. ഇതിന്റെ 0ന്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ് ഇൻഫിനിറ്റി, ഇതാണ് മൈനസ് ഇൻഫിനിറ്റി. എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് പൈ ഇ റേസ് ടു മൈനസ് എക്സ്. എക്സ് ലെസ് ദാൻ 0 നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 പോയിന്റിൽ എങ്ങനെ കാണുന്നത്? എഫ് ഓഫ് 0 പ്ലസ് പ്ലസ് എഫ് ഓഫ് 0 മൈനസ് ബൈ 2 എന്നുള്ള ഫോർമുല വെച്ചിട്ടല്ലേ ഈ ഒരു പോയിന്റ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡ് പോസിറ്റീവ് പാർട്ട്. അവിടെ എന്താണ് ഫംഗ്ഷൻ? എന്താണ് എന്താ വരുന്നത്? പറയൂ എന്താ വരുന്നത്? എന്ത് വരും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഫംഗ്ഷനകത്ത് എക്സിന്റെ പാർട്ട് ഉണ്ട് അല്ലേ? നമ്മൾ കണ്ടുപിടിക്കുന്ന എഫ് ഓഫ് 0 പ്ലസ് എന്നല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ? എഫ് ഓഫ് എക്സ് പൈ ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് വരും പറയൂ. നോക്കിയിട്ട് പറയാം. നിങ്ങൾ ഈ പഴയ കാര്യങ്ങളെല്ലാം ഓരോ സെമിലേതും മറന്നു പോകും പഠിച്ചിട്ട്, പിന്നെ അത് നോക്കുന്നില്ല. പിന്നെ നോക്കേണ്ട ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാണ് ഈ കുഴപ്പം വരുന്നത്. ഇപ്പൊ നമുക്കിവിടെ നമ്മുടെ ഫംഗ്ഷനകത്ത് പയ്യുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ അല്ല തന്നേക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ തന്നേക്കുന്നത്? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്? എന്താ? പൈ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ അവിടെ? അതായത് ഇതിനകത്ത് ഒരു എക്സിന്റെ പാർട്ട് ഇല്ലേ? ഉണ്ടോ? അപ്പൊ എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? ആ നമ്മുടെ എഫ് ഓഫ് എക്സിനകത്ത് എക്സിന്റെ അവിടെ 0 കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഇപ്പോ എനിക്കിവിടെ പൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ ഉള്ള പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ ഈ ഇ റേസ് ടു മൈനസ് എക്സ് ഇല്ല, പൈ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഞാനപ്പോ എന്ത് ചെയ്യുന്നത്? എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതിന്? പൈ മാത്രം എഴുതുന്നു. പൈ പ്ലസ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0 എഴുതുന്നു, ബൈ 2 എഴുതുന്നു. ക്ലിയർ ആണോ? പറയൂ.
ഓക്കെ അല്ലേ? ഇവിടെ പക്ഷെ എന്തുണ്ട്, ഇവിടെ e raised to minus x എന്ന് പറയുന്ന ഒരു ടേം കൂടിയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഫ് ഓഫ് സീറോ ഒന്ന് കണ്ടുപിടിക്കുക. എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൈ ഇൻറ്റു ഇ റേസ് ടു സീറോ. എന്ത് കിട്ടുന്നു? പൈ അല്ലേ കിട്ടുന്നത്? ആണോ? അപ്പൊ എഫ് ഓഫ് സീറോ പ്ലസ് ഒന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആണ് വരുന്നത്. എഫ് ഓഫ് സീറോ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഈ മീനിങ് എങ്ങനെയാ വരുന്നത്? ഈ സീറോയിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഫംഗ്ഷൻ ഉണ്ടോ അവിടെ? എക്സ് ലെസ് ദാൻ 0 പോയിന്റ് ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല, സീറോ ആണ്. അപ്പൊ അവിടെ ഞാൻ സീറോ കൊടുത്തു. അപ്പൊ പൈ പ്ലസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൈ ബൈ 2 എന്ന് ആൻസർ കിട്ടുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്ത് എഴുതാം? നമുക്കപ്പോ എക്സ് ഈസ് ഈക്വൽ ടു 0 പോയിന്റിൽ നമ്മുടെ വാല്യൂ എന്താണ്? പൈ ബൈ 2 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? പൈ ഇ റേസ് ടു മൈനസ് എക്സ് അറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നും പൈ ബൈ 2 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നും 0 അറ്റ് എക്സ് ലെസ് ദാൻ 0 എന്നും കിട്ടും. ഇതാണോ പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി ഓക്കെ ആണോ? കിട്ടിയിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ട് പറയും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂസിങ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് പൈ ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ക്ലിയർ? ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എന്താണ്? പൈ ബൈ 2 ആണ് വരുന്നത്. പൈ ബൈ 2 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് വരും. അപ്പൊ ഞാൻ എൻ്റെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് എഴുതുന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? നമ്മൾ ഈ ഫൊറിയർ സൈൻ ഇന്റഗ്രലിനകത്ത് എഫ് ഓഫ് എക്സ് ആ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പൈ ബൈ 2 ബൈ പൈ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു സംഭവം കാണും, 0 ടു ഇൻഫിനിറ്റി സംഭവം ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്നൊക്കെ എഴുതിയിട്ട് ഈ 2 ബൈ പൈനെ എടുത്ത് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് ഇവർ തന്നേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് നമുക്കപ്പോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2, ഇവിടെ ഇപ്പൊ പൈ ബൈ 2 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആണ്. അപ്പൊ ഈ പൈ ബൈ 2 എന്ന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 വേണമെങ്കിൽ എടുക്കാം. ക്ലിയർ? പൈ ബൈ 2 ഇൻറ്റു 1 ലാസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ ഉത്തരം കിട്ടുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കിട്ടും. ക്ലിയർ ആണോ? പൈ ബൈ 2 ഒന്നും എടുക്കാം. 1 ഇൻറ്റു പൈ ബൈ 2 ആണ്. ഇപ്പൊ പൈ ബൈ 2 നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ മതി, നമ്മുടെ ആ ഫോറിയറിനകത്ത് ബി ഓഫ് ഒമേഗ കാണുമ്പോഴത്തേക്ക് 2 ബൈ പൈയും പൈ ബൈ 2 കൂടെ കട്ടായിട്ട്. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് കൊടുത്തേ 0 ടു പൈയിലാണ് പൈ ബൈ 2 എന്ന് പറയുന്ന സാധനം ഉള്ളത്. അപ്പൊ ഇക്വേഷൻ എഴുതുക, സൈൻ ഇന്റഗ്രൽ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, സൈൻ ഇന്റഗ്രൽ ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു integral 0 to infinity b of omega sin omega x d omega. b of omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 by pi integral 0 to infinity f of x into sin omega x dx. ഇനി f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to pi pi by 2 ആണ്. pi by 2 sin omega x dx. ഈ 2 ഈ പയ്യും കട്ടാക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ പിന്നെ എന്തുണ്ട്? ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ ഉള്ളൂ. അതെന്താണ് ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്? മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ 0 ടു പൈ മൈനസ് കോസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ. ആൻസർ അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് കോസ് ഒമേഗ പൈ പ്ലസ് കോസ് 0 എന്താണ് 1 അല്ലേ, മൈനസ്
മൈനസ് കോസ് സീറോ എന്താണ് -1. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആവും, +1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഒമേഗയിൽ. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - cos ഒമേഗ പൈ എ ബൈ ഒമേഗ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബി ഓഫ് ഒമേഗ. നമുക്ക് ചെക്ക് ചെയ്ത് ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അകത്തോട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - cos ഒമേഗ പൈ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 - cos ഒമേഗ പൈ എ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്താണ്? ഇതാണ് എഫ് ഓഫ് എക്സ്. π/2 if 0 less than x less than π a, 0 if x greater than π. ഇത്രയും നമുക്ക് പ്രൂവ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ പോയിന്റ് ഇപ്പൊ മറ്റേ എക്സ് ഇസ് ഈക്വൽ ടു പൈനത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? അത് കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ. ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞേക്കുന്ന ചോദ്യത്തിനകത്ത് ഈ എക്സ് ഇസ് ഈക്വൽ ടു പൈലെ ഒന്നും പറയുന്നില്ല. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു പൈലെ ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു പൈലെ സെപ്പറേറ്റ് കാണണം. എങ്ങനെ കാണുന്നത്? എഫ് ഓഫ് പൈ പ്ലസ് പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ബൈ 2 കാണണം. അതെങ്ങനെയാ വരുന്നത്? നമ്മുടെ ഇത് വരുന്നത് ഇത് 0 പൈ. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. നമ്മുടെ ലിമിറ്റ് വരുന്നത് 0 ടു ഇൻഫിനിറ്റിയിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പോർഷനാണ് നമുക്ക് ഉള്ളത് നമ്മുടെ ഇന്റഗ്രലിനകത്ത്. ബി ഓഫ് ഒമേഗയ്ക്കകത്താണെങ്കിലും സോറി ബി ഓഫ് എക്സിനകത്ത്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് ഇതില് പോയിന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ഈ പോയിന്റ് പൈ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവ് പാർട്ട്, അതായത് ഈ ഒരു പാർട്ട്, ഇതാണ് എഫ് ഓഫ് പൈ പ്ലസ്, ഇതാണ് എഫ് ഓഫ് പൈ മൈനസ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്താണ്? എന്താണ്? 0 അല്ലേ? 0 അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ പൈയില് 0 എന്നല്ലേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് പൈ പ്ലസിൽ 0 ആണ്. എഫ് ഓഫ് പൈ മൈനസിൽ എന്താണ്? അതായത് പൈന്റെ ലെഫ്റ്റ് സൈഡ് π/2 ആണ്. π2 മനസ്സിലാക്കാൻ എന്ത് കിട്ടുന്നു? π/4. ക്ലിയർ? പറഞ്ഞിട്ടുണ്ടായിരുന്നെ നമ്മൾ അത് എഴുതണമായിരുന്നു. ക്ലിയർ ആണോ? ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ മറ്റേ എഫ് ഓഫ് പൈ പ്ലസ് പൈ മൈനസ് കൊടുത്തപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ഓർക്കുന്നുണ്ടോ? ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എക്സിന്റെ ടേം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ 0 കൊടുത്തത്. ഇവിടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫംഗ്ഷനകത്ത് ഉണ്ടോ? ഇല്ല. എക്സിന്റെ ഒന്നും ടേം ഇല്ല. π/2 എന്നും 0 എന്നും പറയുന്ന വാല്യൂസ് ആണ്. ക്ലിയർ? അപ്പൊ നമുക്കൊന്നും കൊടുക്കാനില്ലല്ലോ. അപ്പൊ അങ്ങനെ വല്ലതും ഇപ്പൊ പോയിന്റ് ഇപ്പൊ എന്താണ് കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ എന്തെങ്കിലും പോയിന്റ്സുകൾ വല്ല ഇ റൈസ് ടു മൈനസ് എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എഫ് ഓഫ് 0 പ്ലസ് കാണുന്നതിന് മുമ്പേ ആ 0 പോയിന്റ് അതിനകത്ത് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം കൊടുക്കാൻ. ക്ലിയർ? മനസ്സിലായ പ്രോബ്ലം? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ പൈ എ സൈൻ എക്സ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 - ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 sin x if 0 less than or equal to x less than or equal to pi, 0 x greater than pi. സൊല്യൂഷൻ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 π/2 ഇൻറ്റു സൈൻ എക്സ് 0 ലെസ് താൻ എക്സ് ലെസ് താൻ ഓർ ഇക്വൽ ടു പൈ. അതായത് 0യ്ക്കും പൈക്കും ഇടയിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? π/2 സൈൻ എക്സ് ആണ്.
ഇത് പ്ലസ് ഇൻഫിനിറ്റി, ഇത് മൈനസ് ഇൻഫിനിറ്റി. നമുക്ക് 0 to ഇൻഫിനിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മുടെ ഫൊറിയർ സൈനിൻ്റെ. ഓക്കെ, ഫൊറിയർ സൈനിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗയാണ്. ഇനി ബി ഒമേഗ കാണുക. ബി ഓഫ് ഒമേഗ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/π integral 0 to infinity f of x into sin omega x dx ആണ്, which is equal to 2/π integral. നോക്കൂ, കണ്ടോ 0 to പൈയിലാണ് π/2 sin x എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കൊടുക്കുവാണ് π/2 sin x 0 to പൈയിൽ sin omega x dx വരും. നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ അങ്ങ് വെട്ടിക്കളയും. ഈ 2 കളയുന്നു, π/2 കയ്യും പയ്യും കളയുന്നു, അങ്ങനെ കളയരുത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇവിടെ ഷോദാറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. ഇവിടെ നോക്കൂ, ഇവിടെ ഈ പയ്യും പയ്യും അങ്ങ് കളയുക, പയ്യും പയ്യും കളയുക. എന്നിട്ട് ഈ വെളിയിലുള്ള 2 ഉണ്ടല്ലോ അതിനകത്തേക്ക് മൾട്ടിപ്ലൈ, സോ അകത്തേക്ക് അങ്ങ് കയറ്റും. എന്നിട്ട് അകത്തുള്ള ഈ 2 എടുത്ത് വരിക. അപ്പോൾ 1/2 ഇൻറ്റഗ്രൽ 0 to π 2 sin x ഇൻറ്റു sin ഒമേഗ എക്സ് ഡി എക്സ് എന്നായി മാറും. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. എന്ത് റിസൾട്ട് ആണ്? 2 sin a sin b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos of a minus b cos of a minus b minus cos of a plus b ആണ്. ഓക്കെ, ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഈ 2 കട്ട് ചെയ്ത് കളയാതെ ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, 1/2 എടുത്ത് വെളിയിലിട്ടു. ക്ലിയർ? അടുത്ത സ്റ്റെപ്പിൽ 1/2 അതേപോലെ എഴുതുന്നു, ഇന്റഗ്രൽ 0 to π അങ്ങനെ എഴുതുന്നു. ഈ 2 sin x sin ഒമേഗ എക്സിന് പകരം cos a minus b മൈനസ് cos of a plus b കൊടുക്കുന്നു. അപ്പോൾ cos a minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x മൈനസ് ഒമേഗ എക്സ് മൈനസ് cos of x പ്ലസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കും. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ കോസിനകത്തുള്ള എക്സ് എടുത്ത് വെളിയിലിട്ടാൽ cos of 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് എന്നും cos of 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് എന്നും കിട്ടും. എന്നിട്ട് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ 1/2 ഇൻറ്റഗ്രൽ 0 to π cos of 1 minus omega into x minus cos of 1 plus omega into x dx എന്ന് കിട്ടും. ഇനി ഇതിന്റെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി, സിമ്പിൾ ആണ്, വലിയ പാടൊന്നുമില്ല. 1/2 cos of 1 minus omega into x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? sin of 1 minus omega into x divided by 1 minus omega minus sin of 1 plus omega into x divided by 1 plus omega 0 to π. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുക, അപ്പർ ലിമിറ്റ് പൈ ആണ്, ലോവർ ലിമിറ്റ് 0 ആയി. അപ്പോൾ സൈനകത്ത് എന്ത് നമ്മൾ 0 കൊടുത്താലും എന്താ സൈൻ 0യുടെ കാര്യം എന്ത്? 0 അല്ലേ. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, എക്സിൻ്റെ അവിടെ പൈ കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടുന്നു? സൈൻ ഓഫ് 1 മൈനസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ ഓഫ് 1 പ്ലസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് ഉണ്ട്. ഈ പൈനകത്തേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറുന്നു? 1/2 സൈൻ ഓഫ് പൈ മൈനസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ ഓഫ് പൈ പ്ലസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും. ഇത്രയും ഓക്കെ ആണെന്ന് നോക്കിയിട്ട് പറയുക. ഇനി നമുക്ക് ഇവിടെ നോക്കൂ, സൈൻ ഓഫ് പൈ മൈനസ് ഒമേഗ പൈ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മറ്റേ റിസൾട്ട് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. സൈൻ ഓഫ് എ മൈനസ് ബി എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ പൈ അല്ലേ, സൈൻ പൈയുടെ വാല്യൂ 0 ആയിരുന്നു. ആ ടൈം 0 ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ എ കോസ് ബി മൈനസ്
കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ സൈൻ ഓഫ് പൈ മൈനസ് ഒമേഗ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ പൈ കോസ് ഒമേഗ പൈ എ മൈനസ് കോസ് പൈ ഇൻറ്റു സൈൻ ഒമേഗ പൈ എന്ന്. സൈൻ പൈയുടെ വാല്യൂ 0 അല്ലേ, അപ്പോൾ അത് 0 ആയി മാറുന്നു. കോസ് പൈയുടെ എന്താണ്? കോസ് പൈയുടെ എന്താ? -1 അല്ലേ, -1 ഇൻറ്റു സൈൻ ഒമേഗ പൈ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? സൈൻ ഒമേഗ പൈ എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അതായത് സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റയും സൈൻ ഓഫ് പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയും ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് എഴുതാം? 1/2 എന്ത് കിട്ടുന്നു? സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ തീറ്റ, അതായത് മൈനസ് സൈൻ ഒമേഗ പൈ, അപ്പോൾ പ്ലസ് സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് എന്താണ്? സൈൻ ഒമേഗ പൈ ന്യൂമറേറ്ററിൽ നിന്നും കോമൺ ആയിട്ട് എടുത്ത് വെളിയിലിട്ടാൽ അകത്ത് 1/1 മൈനസ് ഒമേഗ പ്ലസ് 1/1 പ്ലസ് ഒമേഗ ക്രോസ് ചെയ്യുമ്പോൾ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 മൈനസ് ഒമേഗ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഒമേഗയും കട്ടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 1/2 ഇൻറ്റു 2 സൈൻ ഒമേഗ പൈ എന്നാണ് കിട്ടുന്നത്. സോറി, ഡിവൈഡഡ് ബൈ ഒരു സാധനം കൂടെ ഉണ്ട്, 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഈ 2ഉം 2ഉം കട്ടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇത് നമ്മുടെ എന്താണ്? എന്താ നമ്മൾ കണ്ടുപിടിച്ച ബി ഓഫ് ഒമേഗയാണ് ഇത്. ഇനി നമ്മുടെ ഇക്വേഷനകത്തോട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ആയിരുന്നു. ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ പൈ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു. ഇനി വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ പൈ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ? എഫ് ഓഫ് എക്സ് എന്താണ്? π/2 സൈൻ എക്സ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. 0 ആണ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഇതാണ് നമ്മുടെ ഉത്തരം. അടുത്തൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതുക. Find the Fourier cosine integral to prove that integral 0 to infinity cos of pi omega by 2 divided by 1 minus omega square cos omega x d omega is equal to π/2 cos x mod x less than π/2 0 mod x greater than π/2. ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മള് ഈ എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതുമല്ലോ. അതായത് ഇപ്പൊ ഇവിടെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 to infinity a of omega
കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ആണ്. എ ഓഫ് ഒമേഗ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണെന്ന് അറിയാം. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ നമുക്ക് വേണം. ഈ ഫംഗ്ഷൻ നമുക്ക് ഈ π/2 കോസ് എക്സ് മോഡ് എക്സ് ലെസ് ദാൻ π/2 നമുക്ക് നമ്മൾ ഈ പ്രൂവ് ചെയ്ത് നമ്മൾ ഇതിനകത്തും ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത്. ഓക്കെ, ഇതിന്റെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിന്റെ റൈറ്റ് സൈഡ് ആണ് ഈ തന്നേക്കുന്നത്. നോക്കൂ, എന്ത് കണ്ടോ? കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ, കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഈ എ ഓഫ് ഒമേഗയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ ഒരു വട്ടം വട്ടേക്കുന്ന സാധനത്തിന്റെ ആ ഒരു സംഭവം കിട്ടും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പിന്നെ വിച്ച് ഇംപ്ലൈസ് നമ്മൾ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ക്ലിയർ? ഇവിടെ ഈ π/2 എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സംഭവം ഇതൊക്കെ വരും, ഡി ഡബ്ല്യു, അതായത് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നൊക്കെ പറഞ്ഞു വരും. അതിനുശേഷം നമ്മൾ വിച്ച് ഇംപ്ലൈസ് 0 to ഇൻഫിനിറ്റി ഡാഷ്, അതായത് ചെയ്തെടുക്കാനുള്ള സാധനമാണ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ π/2 കോസ് എക്സിൽ ഈ കോസ് എക്സ് മാത്രമായിട്ട് എടുക്കാം. ക്ലിയർ? പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ π/2 വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും, π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ π/2 കോസ് എക്സ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് നിങ്ങൾ ഇഷ്ടാനുസരണം ചെയ്യാവുന്ന കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ടെക്സ്റ്റ് ബുക്കുകൾക്കകത്തൊക്കെ ഫംഗ്ഷനായിട്ട് എഫ് ഓഫ് എക്സ് ആയിട്ട് കോസ് എക്സ് അയക്കുന്നത്. അപ്പൊ സംശയം വരല്ലേ, ഈ കോസ് എക്സ് മാത്രം എടുക്കാനുള്ള കാരണം എന്താ? ലെഫ്റ്റ് സൈഡിലെ ഈ റൈറ്റ് സൈഡിലെ ഈ π/2 എഫ് ഓഫ് എക്സിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് π/2 കോസ് എക്സ് എന്ന് കിട്ടുന്നത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ എൻ്റെ ഇവിടെ കൊടുക്കാനുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് എ ഓഫ് ഒമേഗ എന്ന് പറയുന്ന സംഭവം എല്ലാം സോൾവ് ചെയ്ത് എനിക്കൊരു ആൻസർ കിട്ടുന്നു. ആ ആൻസറിനകത്ത് നമുക്ക് എന്ത് കാണും? നമുക്ക് ഇതിപ്പോ കോസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോമാണ്? കോസ് എ കോസ് ബി ഫോം അല്ലേ? കോസ് എ കോസ് ബി എന്താണ്? കോസ് എ കോസ് ബി എന്താണ്? കോസ് ഓഫ് എ പ്ലസ് ബി എ പ്ലസ് കോസ് ഓഫ് എ മൈനസ് b/2 ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ 2ഉം ഈ 2/πയിലെ 2ഉം കട്ടാവും. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ 1/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി പിന്നെ കോസ് ഓഫ് എ പ്ലസ് ബി എ പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന ഫോം. അങ്ങനെ ആണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ എന്തിൽ കിട്ടണം? ഈ സംഭവത്തിൽ കിട്ടണം. നിങ്ങൾ ഇത് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. ഇതൊക്കെ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ കോസ് ഓഫ് πω/2 അതൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരും, സൈൻ ഓഫ് ഒമേഗ പ്ലസ് 1/π/2 ഇസ് ഈക്വൽ ടു, അതിന്റെ ആൻസർ വരുന്നത് കോസ് ഓഫ് ഒമേഗ π/2 ആണ്. ഓക്കെ, ഇനി സൈൻ ഓഫ് ഒമേഗ മൈനസ് 1/π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ π/2 മൾട്ടിപ്ലൈ ചെയ്യും. അല്ല അങ്ങനെ എഴുതി, സംശയം വേണ്ട, ഈ റിസൾട്ട് എഴുതിയാൽ മതി. സൈൻ ഓഫ് π/2 പ്ലസ് ഒമേഗ π/2 ഇസ് ഈക്വൽ ടു കോസ് ഓഫ് ഒമേഗ π/2. സൈൻ ഓഫ് ഒമേഗ π/2 മൈനസ് π/2 സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പൊ എന്ത് കിട്ടുന്നു? കോസ് π/2 0 ആയി പോകും.
മൈനസ് വരും, മൈനസ് കോസ് ഒമേഗ പൈ ബൈ ടു ശരിയല്ലേ. സൈൻ ഓഫ് ഒമേഗ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി. ശരി, ഈ 0 ആയിട്ട് മൈനസ് പിന്നെ കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് പൈ ബൈ ടു, സോറി ഒമേഗ പൈ ബൈ ടു ഇൻറ്റു സൈൻ പൈ ബൈ ടു. ഓക്കെ, കറക്റ്റ്. ഇത് സംഭവം നിങ്ങൾ രണ്ടിടത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. സംഭവങ്ങൾ ഇതുണ്ട്. ജസ്റ്റ് ഈ ഇൻ്റഗ്രേഷൻ ചെയ്ത് ഈ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരിക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതേപോലെ ഒരു പ്രോബ്ലം തന്നിട്ട് അത് ചെയ്തിട്ട് പോലും എനിക്ക് അയച്ചു തന്നില്ലല്ലോ. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോബ്ലം സെക്കൻഡ് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു ഹോംവർക്കായിട്ട്. ഒരു 1 വരുന്നത്, എക്സ് ലെസ് ദാൻ 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ 0 വരുന്നത്. അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ആ പ്രോബ്ലം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ടാണ് ഞാൻ ഹോംവർക്കായിട്ട് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ക്ലിയർ ആണോ? പിന്നെ ഇത് കൂടാതെ ഞാൻ കുറച്ച് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഞാൻ തരുന്ന പ്രോബ്ലത്തിൻ്റെ, അതായത് ഇനി ഞാൻ PDF ഇടാൻ പോകുന്ന ഈ മൊഡ്യൂളിലെ കുറച്ച് പ്രോബ്ലത്തിൻ്റെ PDF ഇടുന്നതായിരിക്കും. ആ PDF-നകത്ത് സൊല്യൂഷനും കാണാം. അപ്പോൾ നിങ്ങളത് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് എഴുതി നോക്കിയാൽ മതി. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മാക്സിമം നമ്മൾ ഈ അടുത്തിടെ ഉള്ളതെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ K2-ൻ്റെ കഴിഞ്ഞ മാസം ഒരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. പിന്നെ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ചെറിയൊരു പോർഷനാണ്. അത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷനാണ്. അത് എ പാർട്ടിൽ വല്ല 3 മാർക്കിന് ചോദിച്ചാലായി. ഇടയ്ക്ക് എപ്പോഴും ഒന്നും ചോദിക്കത്തൊന്നുമില്ല. പലപ്പോഴും ഒരു തവണയും മറ്റുമാണ് K2-ൽ അത് ചോദിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾക്കിനി നിങ്ങൾ പുതിയ സ്കീം ആയതുകൊണ്ട് വേണേ അവർക്ക് ചോദിക്കാം. നമ്മുടെ സിലബസിനകത്ത് പറയുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഹെഡിങ് എഴുതുക, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് അടുത്തൊരു ടോപ്പിക്, ചെറിയൊരു ടോപ്പിക്കാണ്. അതും കൂടെ കഴിഞ്ഞാൽ ഒരു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് എഫ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഐ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. ഓക്കെ ആണോ? അതായത് ഐ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഒമേഗ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് വരുന്നു? ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് ജനറലി നമുക്കപ്പോൾ എന്ത് പറയാം? എക്സെട്ര ടു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒമേഗ ഹോൾ റേസ് ടു എൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് റേസ് ടു എന്നില്ല കേട്ടോ, എഫ് റേസ് ടു എന്നില്ല, എഫ് ഓഫ് എക്സ് എന്നുണ്ട്. എഫ് ഓഫ് എക്സ് അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ഒമേഗ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഫോറിയർ ട്രാൻസ്ഫോം അതായത് നമുക്കൊരു ഫംഗ്ഷൻ തരും, അതിന്റെ ഡെറിവേറ്റീവ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നതിനുള്ള ഫോർമുലയാണ് ഐ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്കവര് 2 ഫോറിയർ ട്രാൻസ്ഫോം തരും. അതായത് സപ്പോസ് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നേരത്തെ K2 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിക്കോട്ടെ. given that Fourier transform of Fourier
transform of e raised to minus x square is 1 by root 2 e raised to minus omega square by 4 ആണ്. Then find Fourier transform of x e raised to minus x square. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം അവർ തരും, എന്നിട്ട് മറ്റൊരെണ്ണത്തിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇവിടെ 1 ബൈ റൂട്ട് 2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നിട്ടുള്ളതിന്റെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് മനസ്സിലാക്കാം. അതായത് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഇവിടെ തന്നേക്കുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 1 ബൈ റൂട്ട് 2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കും. അപ്പൊ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഈ സാധനം കിട്ടുന്ന വരെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു? അടുത്തത് നമ്മൾ ഒന്നുകൂടെ എടുക്കും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് എടുക്കും. എഫ് ഡബിൾ ഡാഷ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ കിട്ടുന്നത്? ഓൾറെഡി നമുക്ക് എന്തുണ്ട്? ഇവിടെ എഫ് ഡബിൾ ഡാഷ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് -2 ആണല്ലോ. -2 എടുത്ത് നമുക്ക് വെളിയില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ -2 ഉണ്ട്. -2 അതായത് ഈ -2 എടുത്ത് എനിക്ക് വെളിയിലിട്ടാൽ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണാനാണ് നമുക്ക് പറഞ്ഞത്. ക്ലിയർ ആണോ? റൈറ്റ്. ഇതിന് പകരം ഇപ്പോൾ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഡെറിവേറ്റീവ് എടുത്ത് ചെയ്യേണ്ട സംഭവമായിരുന്നെങ്കിൽ എഫ് ഡബിൾ ഡാഷ് നമ്മൾ എടുക്കേണ്ടി വന്നത്. ഇപ്പൊ എഫ് ഡാഷ് മാത്രം എടുത്ത എന്താ കാരണം? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്തിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ടായി? എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് നമ്മളെ കണ്ടോ? അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇനി നമ്മുടെ ഫോർമുലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒമേഗ റേസ് ടു എൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോർമുല. നമ്മുടെ ഇവിടെ എന്താ ചെയ്തത്? എഫ് ഡാഷ് ഓഫ് എക്സ് ആ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർമുല? ഐ ഒമേഗ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് ഫോർമുല. ക്ലിയർ? അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ നമുക്ക് കിട്ടിയത്? -2x e raised to minus x square എന്നാണ് കിട്ടിയത്, which is equal to I omega into ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്താ കിട്ടിയത്? ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്താണ് കിട്ടിയെന്നാണ് ചോദിച്ചത്. എന്താണ് കിട്ടിയിരിക്കുന്നത്? 1 ബൈ റൂട്ട് 2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുക്കുക. 1 ബൈ റൂട്ട് 2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമ്മളിത് അറേഞ്ച് ചെയ്യണം. നമുക്ക് വേണ്ടത് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ -2 ഉണ്ടല്ലോ, അതെടുത്ത് വെളിയിലിട്ടു. അപ്പോൾ -2 എടുത്ത് ഞാൻ വെളിയിലിട്ടാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒമേഗ ഇൻറ്റു 1 ബൈ റൂട്ട് 2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്നാകും. അടുത്ത സ്റ്റെപ്പിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള -2 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡിവൈഡ് അപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ്.
അപ്പോൾ എന്താ വരുന്നത്? -2 അല്ലേ? അപ്പോൾ അത് ഡിവൈഡ് വരുമ്പോഴത്തേക്ക് -i⍵/2 ഇൻറ്റു 1/√2 e⁻ω²/4 എന്ന് കിട്ടും. അതായത് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? -i⍵/2√2 e⁻ω²/4. ഇതാണ് നമ്മുടെ ആൻസർ.